ഇനി നമ്മൾ കോഹിമയിലെ കുറച്ച് ലോക്കൽ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ഒന്നുകൂടെ മാർക്കറ്റുകളും മറ്റും സന്ദർശിക്കണം. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മളുടെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന പോലെയല്ല. നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസും വീട്ടിൽ ഇരുന്ന് കാണുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ, അതുപോലെയാണ് നമ്മളുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ നേരിട്ട് കണ്ടറിയുന്നതും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതൊക്കെ. അപ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലേ? നമ്മൾ നേരിട്ട് കണ്ടു തന്നെ അറിയണം, എങ്കിൽ മാത്രമേ ആ ഓരോ ട്രൈബ്സും അവരെന്തായിരുന്നു നമുക്കത് മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മൾ ഈ ട്രൈബൽ പീപ്പിളിനെ തേടി ഞങ്ങൾ വണ്ടി വരുന്നു. ഈ ട്രൈബൽ ഔട്ട്ലുക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഗ്രാമങ്ങൾ തേടി നടന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ആ കണ്ടതൊന്നും ഒന്നുമല്ല. കപ്പലിൻ്റെ ഉണ്ട് 100. कच्चा है या रोस्टेड है? ये तो आप रेडी रोस्टेड है. नमक लगा के खा सकते हैं. തിരിച്ചു വരുമ്പോൾ മടിച്ചാൽ പോരെ. എപ്പോൾ കട അടയ്ക്കും ചേച്ചി? कब क्लोज करेगा? दुकान कब बंद करेगा? लेट हो जाना हमको, हम अभी करेंगे. प्राइस मिल जाएगा. ഇതെല്ലാം ഉണ്ട് മറ്റേ ബ്യൂട്ടേൻ ഗ്യാസ്. ട്രാവലേഴ്സ് വരുന്നിടമായിരിക്കും. അങ്ങനെ നാഗാലാൻഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഇവർ കഴിക്കുന്ന ആഹാര രീതിയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞ് കളിയാക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ മാർക്കറ്റ് തപ്പിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇച്ചിരി അലച്ചിലായിരുന്നു. കാരണം അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടാൻ വലിയ പാടാണ്. കാരണം നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെ തപ്പി തടഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ അറിയാവുന്ന ഒരു ചേട്ടനെയൊക്കെ വിളിച്ച് ഞങ്ങൾ അവസാനം മാവോ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ. അവിടെ എല്ലാം കിട്ടും, പച്ചക്കറി ആയാലും പൾസസ് ആയാലും മീറ്റ്, എല്ലാവിധ മീറ്റ്, അതുപോലെ തന്നെ ഇതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഉണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ കൺഫേം ചെയ്ത് ഞാൻ പറയാത്തത്. അപ്പോൾ നമുക്ക് ചെന്ന് കാണാം. ഹോൺബിൽ ഫെസ്റ്റിവലിന് ശേഷം അന്ന് വൈകുന്നേരം ഞങ്ങൾ നേരെ വിട്ടത് മാവോ മാർക്കറ്റ് തപ്പിയാണ്. അപ്പോൾ നാഗാലാൻഡിലും കൊഹിമയിൽ വന്നാൽ ഏറ്റവും ഒഴിവാക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ മാവോ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് കൊഹിമയിൽ, അതായത് നമ്മൾ സ്റ്റേ ചെയ്ത അടുത്ത് തന്നെയാണ്. ഇവിടേക്ക് ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മാവോ മാർക്കറ്റ് തന്നെ തപ്പിപ്പോണം. അപ്പോൾ അവിടെയാണ് നമുക്ക് വളരെ വ്യത്യസ്തമായി നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമുള്ള ഒരുപാട് കാഴ്ചകളും പുതിയ അറിവുകളും നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. ഈ മാവോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സാഗരം കണക്ക് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മൾ ഒരറ്റത്തൂടെ കയറി കഴിഞ്ഞാൽ പച്ചക്കറിയായി, പഴവർഗ്ഗങ്ങളായി, അതുപോലെ തന്നെ മീറ്റ്, അത് തന്നെ സ്മോക്ഡ്, അത് ഡ്രൈഡ് ആയിട്ടുള്ളത്, പച്ചയ്ക്കുള്ളത്, ലൈവായിട്ട് കട്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് തരത്തിൽ ഒരുപാട് സെക്ഷനിലൂടെ കടന്ന് വേണം നമ്മൾ ഈ മാവോ മാർക്കറ്റ് മൊത്തത്തിൽ കണ്ടു തീർക്കാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. ഇതൊക്കെയെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു നേരിട്ട് നമ്മൾ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ കണ്ടറിയേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളീ പോകുന്നത് ഒരു 3-4 നില കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെയാണ്. അവിടെയാണ് ഇവരിങ്ങനൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, പച്ചക്കറിയുടെ ഒരു സെക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ട് പലചരക്ക് സെക്ഷനിലേക്ക് വരികയാണ്. ഇവിടെ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന മത്സ്യങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങളിതേ ആ ചുരുട്ടി വെച്ചേക്കുന്നത് സ്നേക്കാണെന്ന് കരുതി ചോദിച്ചാണ്, പക്ഷേ അത് ഈലാണ്. അങ്ങനെ ഇവിടെ കിട്ടാത്ത തരം യാതൊരുവിധ സാധനവുമില്ല, എല്ലാ വസ്തുക്കളും ഇവിടെ കിട്ടും. നമ്മൾ രാവിലെ ഈ സംഭവത്തിനെ കണ്ടതാണ്. ഇത് നമ്മുടെ പട്ടുനൂൽ പുഴുവാണ്. ഇത് ഞൊളയ്ക്കുന്നുണ്ട്. ഇത് കണ്ട കടുക് പടത്തി കയറി. അപ്പോൾ ഇവിടെ എലിയുണ്ട്, എലി. ഇവിടെ എലിയുണ്ട്, എലി. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ സ്നെയില്. ഓ, തവള ഉണക്കി വെച്ചേക്കുവാണ്. നല്ല ജീവനുള്ള തവള. കണ്ണു തവള. ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ മാവോ മാർക്കറ്റ് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് തവള വേണോ? നീ ഉണക്കിയ തവള വേണോ? നീണ്ട കേസ് ജീവനുള്ള തവള 150 രൂപയുള്ളൂ. 150 രൂപ മാത്രമേ ഉള്ളൂ. ആദായ വിൽപ്പന. ഉണക്കിയ തവളയുണ്ട്. ഉണക്കിയ തവള 500 രൂപ. നീ ഇവിടെ സെയിൽസ് ഗേളായിട്ട് നിന്നോടി. ഇനി ഒച്ചുണ്ട്. എലി വേണോ നിങ്ങൾക്ക്? ഇത് ഒച്ചാണ്. ഇത് ഒച്ചാണ്. എലി അവള് പേടിച്ച്. ഇനി പുഴുണ്ട്. സിൽക്ക് ആയിരിക്കും.
അങ്ങനെ സെക്ഷനുകൾ കഴിയുന്തോറും ബിൽഡിങ്ങുകൾ മാറുന്തോറും ഞങ്ങൾ തേടി ചെന്നിരുന്ന കാഴ്ചകൾ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഓരോ ഒന്നിലും വരുന്ന മാറ്റം അത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ അതിശയിപ്പിച്ചത് ഇവരുടെ ഒരു ഭക്ഷണ രീതിക്ക് വേണ്ടി ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന മാർക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ തേടി വന്ന മറ്റൊരു സംഭവമാണ് പുഴു. 3500 രൂപയാണ് ആ ഒരു പ്ലേറ്റിന്. ഇതിന് നിങ്ങൾ കാണുന്നത് പോലെ ഒന്നുമല്ല, ഇത് ഇച്ചിരി പുറകോട്ട് മാറ്റി നിന്ന് കാണിയത്. ഞാൻ കൈകൊണ്ട് എടുത്തെന്നെങ്കിലും പറയാം. നീ ഇന്നൊന്നും വെക്കണ്ട കേട്ടോ, പുറത്തുനിന്ന് കഴിക്കാം. 3500 രൂപ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ മേടിക്കുന്ന സാധനം തന്നെ ഗൈസ്. ഇവിടെ മീറ്റിന് പോലും ഇത്രയും വിലയൊന്നുമില്ല, പോർക്കിനൊന്നും ഇത്രയും വിലയില്ല. ഈ വക ഐറ്റംസിനാണ് വില. എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ അവരുടെ ഭാഷ എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ കിട്ടാത്ത പച്ചക്കറിയോ പൾസസോ അല്ലെങ്കിൽ മില്ലറ്റ് ധാന്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. ഇവരെല്ലാം അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഷാംശം അല്ലാത്ത എല്ലാ സാധനവും ഇവർ കൺസ്യൂം ചെയ്യുന്നുള്ളത്. നമ്മുടെ ചുണ്ടയ്ക്കൊക്കെ ഇവിടെയൊക്കെ പറിച്ച് വെച്ച് കിലോയ്ക്ക് 350 രൂപ 400 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും. നമ്മുടെ ചേമ്പിൻ്റെ തട അതൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. അവരതിൻ്റെ ഇല സഹിതം ഇവിടെ കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നവരാണ്. എന്തുവാണ് നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് നാട്ടിൽ ചെന്നാൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച പോലും അരിഞ്ഞ് തോരൻ വെക്കാൻ തോന്നും. അങ്ങനെയുണ്ട്. ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നാഗ ബസാർ എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. അവിടെ ഒന്നും ഇങ്ങനെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇത് മാവ മാർക്കറ്റ് പറഞ്ഞാൽ ടൗണിൽ തന്നൊരു കടയാണ്. അപ്പോൾ വരുന്ന ഒരു 5 മണിക്ക് മുന്നേ വരികയൊക്കെ ചെയ്യണം. അവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ സാധനങ്ങളെ കാണുകയൊക്കെ ചെയ്യാം. സ്നെയിലുണ്ട്, റാബിറ്റ്, എന്താ വലിയ തവളെ ഉണക്കി വെച്ചിരിക്കുകയാണ്. ജീവനുള്ള തവളയുണ്ട് കേട്ടോ. ജീവനുള്ള തവളയുണ്ട് ഇപ്പുറത്ത്. ഒച്ച്, ഇതൊച്ച്, വേണ്ട എലി. ഈ വെള്ള എലിയൊക്കെ കഴിക്കുന്നതാണോ? എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പട്ടുനൂൽ പുഴു മുളയ്ക്കുന്ന കാണിച്ചു പറഞ്ഞാണ്. അടുത്തോട്ടെ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇത് ബോളിന് പകരം എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെച്ചാ കളിക്കുന്നത്. ഇവിടെ ഒരാള് പുഴുവിനെ കൈവച്ച് തൊട്ടി കാഴി കളിക്കുന്നത്. അവര് പുഴുവിനെ അതുകൊണ്ടാണ് വാരുന്നത് പോലും. കൈ എടുത്ത് വാരാണ് ചെയ്യുന്നത്. ഗ്രാസ് ഹോപ്പർ ഇവിടുന്ന് പിടിക്കുന്നേ. ഈ പുൽച്ചാടിയെ പിടിക്കാൻ തന്നെ സമയം എടുക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ കൂണുകൾ ഒരുപാട് തരമുണ്ട്. ഇത് ഇവരിവിടെ കുറേയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നല്ലേ, വെളിയിൽ നിന്ന് വരുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ചുണ്ടയ്ക്ക. നമ്മുടെ അമ്മമാർക്കൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും ഉണക്കിയും പച്ചയും എല്ലാം കിട്ടും. इसको एक प्लेट को कितना है? 200. इसका डिफरेंस क्या है ये दोनों पे? ഇപ്പം നിൽക്കുന്നത് മാവോ മാർക്കറ്റാണ്. നാഗാലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെറ്റിൽമെൻറ്റിൻ്റെ അകത്തും ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അതിന് ഓരോ പേരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ഒരുപാട് ചുറ്റിയിട്ടാണ് ഈ മാവോ മാർക്കറ്റിൽ എത്തിയത്. ഈ മാവോ മാർക്കറ്റിൻ്റെ പ്രത്യേകത അവിടെയാണ് നമ്മൾ ഈ ഉദ്ദേശിച്ച ഈ നമ്മളിൽ എക്സോട്ടിക് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം മാവോ മാർക്കറ്റ് തപ്പി വന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അല്ലാതെ നാഗാ ബസാറിലൊന്നും പോയാൽ ഒന്നും കിട്ടത്തില്ല. പച്ചക്കറിയും പുല്ലും കൊണ്ട് മാത്രം വരേണ്ടി വരും. അപ്പോൾ ഈ മാവോയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു തീപിടുത്തം കാരണം ഈ കോംപ്ലക്സ് മൊത്തം പോവുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷം ഇത് റെനോവേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പം ഇത് പഴയ രൂപത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേണ്ട നമ്മുടെ പുഴുവൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവരിത് എണ്ണയെ വറുത്ത് മുക്കിയൊക്കെ ഇവിടെ ബജി ഉണ്ടാക്കുന്നതിലൊക്കെ ഉണ്ടാക്കിയാണ് ഇവർ കഴിക്കുന്നത്. നമ്മൾ അകത്തെ കാഴ്ചയിലേക്ക് പോവുകയാണ്. അകത്തിന് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം വെജിറ്റബിൾസ് ആണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു നമുക്കും ചേച്ചി ഇവിടുത്തെ വെണ്ടറാണ്, യൂട്യൂബ് ചാനലുണ്ട്, പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. നോർത്ത് ഈസ്റ്റിൽ എവിടെ പോയാലും നമുക്ക് അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ മാർക്കറ്റെല്ലാം റൺ ചെയ്യുന്നത് ലേഡീസാണ്.
ഏറ്റവും കൂടുതൽ, അതായത് 99% ലേഡീസാണ് ഇവിടുത്തെ വെണ്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഇവിടെ തന്നെ നമുക്ക് കണ്ടാൽ ഇവർ ആക്ച്വലി സാധനം വിൽക്കാൻ വന്നവരാണോ വാങ്ങിക്കാൻ വന്നവരാണോ അതോ മുതലാളിമാരാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെ നല്ല വെല്ലായിട്ട് ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ നാഗാമിർച്ചി. इसका दाम कितना हुआ दीदी? 100 രൂപ. आप इसे खाता है? मैंने एक बार एक चटनी खाया, उसमें पता नहीं दही डाला था, तो ऐसा करके करके कुछ था, सोने के बाद ही उड़ा था. ഇവരെല്ലാം ഇതൊക്കെ എന്താണോ നമ്മുടെ അവിടെയൊക്കെയുള്ള കാട്ടുപോച്ചയൊക്കെയാ. എല്ലാം കഴിക്കും. നമ്മളുടെ ചുണ്ടയ്ക്കൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ചുണ്ടയ്ക്ക ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചുണ്ടയ്ക്ക വെക്കുമെന്ന്. ചുണ്ടയ്ക്ക ഇതാണ്ടിരിക്കുന്നു. ഇതായിരിക്കും നമ്മുടെ പുഴു. ഓ ഇതിന്റെ ആയി വാട നെയ്യില്. ഇതാ കാടക്കോഴി. ഓ മുയലൊക്കെ ഇരിക്കുന്നു. കാടക്കോഴി മുയലൊക്കെ ഉണ്ട്. You can just tell what this because most of the people don't know what these are. Nagada. Good way. It contains high protein. നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് 2500 രൂപ 3000 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നതാണ്. അപ്പുറത്ത് 3500 അല്ലേ? പെപ്പർ. ഓ കുഞ്ഞിന് പുഴുവിനെ കാണണം. പിന്നെ കാണിച്ചു. What is this? Sweet tomato. Okay. And the great Nagamirchi. അല്ലേ ഓർമ്മിപ്പിക്കല്ലേ അപ്പേ. He felt unconscious after eating that one chili. Okay, this is garlic. No, this is nagapias. Nagapias. Things are entirely different here. And you consume a lot of leaves. And this is spinach. Like this. Okay. And this. This is Chinese cabbage. Okay. Chinese cabbage. Bok choy. Okay. Mustard leaves. Okay. Bamboo shoots. Okay. Are they fermented? Fermented bamboo shoots. Okay, this one dry one. You collect it from the forest. No, this after we ferment it, we need to slice it and dry it. Okay. And what is this? Is some kind of fruit or This is, I think, it's kind of meat? Okay. And most of the vendors are women also. It's very different. We never think that Nagaland will be such a friendly state. Because the stories we have heard otherwise. मीठा है वो मीठा है അതില് അതിന്റെ കൊക്കൂണുണ്ട്. അപ്പുറത്തേല് കണ്ടോ ജീവി ഇരിക്കുന്നത്. കൊക്കൂണിനെ അവര് കഴിക്കുന്നത്. അത് ബീഹൈവ് ആണ് സംഭവം. ഇതായിരിക്കുന്ന പുഴു. इसका एक प्लेट को कितना है? दिस वेम का दिस वन.
അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ലൈവായിട്ട് മീറ്റ് കട്ട് ചെയ്യുന്നിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട് ഡോഗ് മീറ്റ് എന്ന്. അപ്പം നമുക്ക് മറ്റെല്ലാം ഞങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഈ ഒരു സംഭവം മാത്രം നോക്കി നിൽക്കാൻ പറ്റുന്നതേ അല്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിചയമില്ലാത്ത ഒരു സംഭവമാണ്. മാത്രമല്ല ഇവിടേക്ക് വരുമ്പോൾ ഭയങ്കര രൂക്ഷമായ നമ്മുടെ പട്ടിക്കൊക്കെ മഴയൊക്കെ നനയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലില്ലേ, അതുമാതിരി സ്മെല്ലാണ്. മാത്രമല്ല ഇവിടെ ഒരു സെക്ഷൻ ഇരുന്ന് ലൈവായിട്ട് അതിനെ ഇറക്കിയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ നമുക്കൊരു തരത്തിലും കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് പട്ടിയിറച്ചിയൊക്കെ കിട്ടുന്ന സ്ഥലം നമ്മൾ കണ്ടു. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ തോന്നത്തില്ല. നമുക്കത് മീറ്റ് അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് നമുക്ക് എന്താ പറയുക, ഞങ്ങൾ ബീഫും ചിക്കനും ഒക്കെ കഴിക്കുന്നത് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടേക്ക് ചെന്നപ്പോൾ തന്നെ നമുക്കിങ്ങനെ കണ്ടിച്ച് വെച്ചേക്കാണ്. കാരണം നമ്മൾ ആ ജീവിയെ ഒരുപാട് നമ്മളല്ലാതെ കാണുന്നതല്ലേ, അതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കത് പറയാൻ വയ്യ, സത്യം പറഞ്ഞാൽ എനിക്കത് പറയാൻ വയ്യ. നമ്മളിവിടെ പുഴുവിനെയും അതിനെയൊക്കെ കണ്ടപ്പോൾ ഒരു പോയാൽ പക്ഷേ ഇല്ല, നമുക്കത് പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. ഇനി പോയിരുന്നു. അപ്പം അത് നമ്മൾ ഒരിക്കലും ഇവരെ കളിയാക്കുന്നതല്ല. ഇവരുടെ കൾച്ചർ അതാണ്, ഇവരുടെ രീതികൾ അതാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന പല സാധനങ്ങളും പല ട്രൈബ്സിൻ്റെതിൽ നിന്ന് ഇവിടെ വരുന്നത്. അതായത് ഇവിടുത്തെ മെയിൻ മാർക്കറ്റാണിത്. അപ്പോൾ പല ട്രൈബ്സിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരികയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് കൊഹിമ മാർക്കറ്റ് എന്ന് കുറേയൊക്കെ കണ്ടിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടും മാത്രമേ ഉള്ളൂ. ഒരു ഡിഫറൻറ്റ് വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പട്ടിയിറച്ചിക്കകത്ത് ഹൈ പ്രോട്ടീൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അതും എല്ലാവരും ഇല്ല, ചില ട്രൈബ്സൊക്കെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരുടെ ഫുഡ് കൾച്ചറും അവരുടെ കുസിൻസൊക്കെ എല്ലാം തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ എന്തായാലും കൊഹിമ മാർക്കറ്റിൽ വരുമ്പോൾ പ്രത്യേകിച്ച് മാവോ മാർക്കറ്റിൽ നിന്ന് ചോദിച്ചു വരിക, എങ്കിൽ മാത്രമേ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോൾ ആദ്യം നാഗാബസാർ തേടി പോയി, അവിടെ നിന്ന് തേങ്ങയില്ല, പിന്നെ വീണ്ടും ഇവിടെ വന്നു ഏകദേശം 1/2 മണിക്കൂർ പോയി കിട്ടി. അങ്ങനെ തന്നെ ചുമ്മാ സമയം പോവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ മാവോ ബസാർ നോക്കിയിട്ട് വരിക, കാഴ്ചകളൊക്കെ കാണുക.